നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലത്തിൽ ഈ വരുന്ന ആഴ്ച നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ 2026 ജനുവരി 30 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, 2ാം ഭാവത്തിൽ ഇടവത്തിലും ഗ്രഹങ്ങളില്ല, മിഥുനത്തിൽ ചന്ദ്രൻ വ്യാഴത്തോടു കൂടി സ്ഥിതി ചെയ്യുന്നു, 5ാം ഭാവം അതായത് ചിങ്ങത്തിൽ കേതു, മകരത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ, ബുധൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ 3 ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുത്തിട്ടുണ്ട്. ചൊവ്വ ഉച്ചസ്ഥനായി മകരത്തിൽ നിൽക്കുന്നു, എങ്കിലും ചൊവ്വയ്ക്കും ബുധനും ശുക്രനും മൗഢ്യം കൊടുത്തു സൂര്യൻ. ചന്ദ്രൻ ബലവാനായി വ്യാഴത്തോടുകൂടി യോഗകാരകനായി ഒരു കേസരി യോഗം ചെയ്ത് നിൽക്കുന്നു. ഇതാകുന്നു ഇവിടുത്തെ താൽക്കാലിക ഗ്രഹസ്ഥിതി. ഒരു വാരക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇന്ന് തുലാം രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 4ാം ഭാവത്തിൽ രാശ്യധിപനായ ശുക്രൻ, ചൊവ്വ, സൂര്യൻ, ബുധൻ. 5ാം ഭാവത്തിൽ കുംഭത്തിൽ രാഹു, 6ൽ ശനി, 9ാം ഭാവത്തിൽ ചന്ദ്രൻ, വ്യാഴം, 11ൽ കേതു. ഇവിടെ തുലാം രാശിക്കാർക്ക് രാശ്യധിപനായ ശുക്രൻ ദിഗ്ബലവാനായി 4ാം ഭാവത്തിൽ നിൽക്കുന്നു. നല്ല ഫലമാണ്. ഭാഗ്യസ്ഥാനത്ത് 9ാം ഭാവത്തിൽ ചന്ദ്രൻ വ്യാഴത്തോടുകൂടെ നിൽക്കുന്നു. അതും ഒരു നല്ല യോഗമാണ്. സാമ്പത്തികമായ അഭിവൃദ്ധി, ധാരാളം സമ്പാദിക്കുവാൻ അനുകൂലമാണ്. യാത്ര, വിവാഹ വിഷയങ്ങൾ, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്ന ബ്രോക്കർമാർ, വിവാഹ ദല്ലാളുകൾ, ഇവർക്കൊക്കെ തന്നെ സഞ്ചരിച്ച് തങ്ങളുടെ വ്യാപാര ശൃംഖല അത് വിപുലപ്പെടുത്താനുള്ള ഒരു അസുലഭമായ അവസരം ഈ ഒരു വാരത്തിൽ ലഭിക്കും. ഇവിടെ ശുക്രൻ ദിഗ്ബലവാനാണ്. മഹിത്വേധികേ യസ്യ തുജ്യേ സുരജ്യേ ജനയ്ക്കും നിജയശ്ചാപരേരുഷ്ടതുഷ്ടൈഹി ഉദർക്കം വിനാമന്തമൃഷ്ടാശനാഭ്യാം അധീന അർപ്പിത ഉപായേനേരേവ പൂർണ്ണ. തൻ്റെ അധീനതയിലുള്ളവർ തനിക്ക് സന്തോഷം കൊണ്ടുവരും, അതിൽ പൂർണ്ണനാകും. ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ആ കൈക്കൂലി പോലെ പ്രതിഫലം കിട്ടുക പല രീതിയിലായിരിക്കും. വളരെ നല്ല അനുഭവമാണ്. സ്വം ജനന്യ, അമ്മയുടെ സ്വത്തിനെ വർദ്ധിപ്പിക്കും, പൂർവികമായ സ്വത്ത് ലഭിക്കും. സ്വത്ത് ക്രയവിക്രയം ചെയ്ത് തൻ്റെ ഭാഗം തനിക്ക് സമ്പാദിക്കാം, അല്ലെങ്കിൽ തനിക്ക് മറ്റുള്ളവരുടെ സ്വത്ത് വാങ്ങാം. അപ്പോൾ ജനങ്ങൾക്ക് അങ്ങേയറ്റം ജനങ്ങൾക്കും ബന്ധുക്കൾക്കും കണ്ണുകടി വരും ഈ വ്യക്തിയോട്. അതാണ് സൂര്യൻ 4 നിൽക്കുമ്പോൾ. തുരിയ ദിനേശാദി ശോഭാധികാര ജനസമ്പ്രതി വിഗ്രഹം ബന്ധുതോപി, ബന്ധുക്കളും തന്നോട് കലഹിക്കും, ദേശം വിട്ടു പോകും. മനസ്സിന് എപ്പോഴും ശാന്തത ഉണ്ടാകില്ല, അശാന്തത ഫലമായിരിക്കും. പക്ഷെ ഇവിടെ പ്രാർത്ഥന ഒരു വലിയ റെമഡിയാണ്. ദേവന്മാരെയും സജ്ജനങ്ങളെയും പൂജിക്കുന്ന ലഗ്നക്കാരാണ്, രാശിക്കാരാണ് തുലാം രാശിക്കാർ. 9ാം ഭാവത്തിൽ തപസ്യ എന്ന ഫലത്തോടുകൂടി വ്യാഴം നിൽക്കുന്നു. വാഹനം 2 വീലറായാലും 4 വീലറായാലും ഉപയോഗിക്കുമ്പോൾ വളരെ ജാഗ്രത പാലിക്കണം. ഒരു സുദർശന പുഷ്പാഞ്ജലി, സുദർശന ഹോമമോ ശനിയാഴ്ച കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. നന്ദി, നമസ്തേ.